ഒരു പ്രേക്ഷകൻ പറയുന്നു, അനീഷ്, ജയിലിലെ ശമ്പള വർധനവ് ഇന്ന് സർക്കാരിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവായ ക്യാമ്പയിൻ ഉണ്ട്. കിട്ടുന്ന സാലറി 80%, അതിന്റെ വസ്തുത പറയണം എന്ന് പറയുന്നുണ്ട്. വസ്തുത ഇത്രയേ ഉള്ളൂ. നമ്മൾ കരുതിയതുപോലെ 560 620 രൂപയൊക്കെ കൊടുക്കുന്നത് മുഴുവൻ തടവുകാർക്കുമല്ല. ആകപ്പാട് ഒരു 3200 തടവുകാർക്കാണ് അതിന്റെ തടവുകാരുടെ കുടുംബത്തിനാണ് അതിന്റെ ഫലം കിട്ടുക. അവർക്ക് ഈ 260 രൂപ എന്നുള്ളത് 560 രൂപയായിട്ട് മാറി. അതിൽ യഥാർത്ഥത്തിൽ വസ്തുത എന്താണെന്ന് വെച്ചാൽ, അതിൽ ഈ 30% ഇവർ ഏത് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടോ അതിന് ഇരയായവരുണ്ടല്ലോ, അവർക്ക് കൊടുക്കണം. ഇപ്പോൾ ഒരാളെ കൊന്നിട്ടാണ് വരുന്നതെങ്കിൽ വധിക്കപ്പെട്ടയാളുടെ വീട്ടിലേക്ക് കൊടുക്കണം 30%. അപ്പോൾ 100 രൂപ 500 രൂപ 600 രൂപ കിട്ടിയാൽ ഈ 30% അങ്ങ് പോയി എന്ന് പറഞ്ഞാൽ 200 രൂപ ഈ പറയുന്ന ആരാണോ കൊലയ്ക്ക് ഇരയായിരിക്കുന്നത് ആ ഇരയുടെ വീട്ടിലേക്ക് പോയി. 50% ഈ കുടുംബത്തിലേക്ക് അയക്കണം എന്ന് പറഞ്ഞാൽ ആ കൊലയാളിയുടെ കുടുംബത്തിലേക്ക് അയക്കണം. അവിടെ ഭാര്യയോ കുട്ടികളോ ഈ കുറ്റം ചെയ്യാത്ത ആൾക്കാർ അവിടെ നിരപരാധികളായിട്ടുള്ള ആളുകളുണ്ടാവുമല്ലോ, മിക്കവാറും അവിടുത്തെ ഒരു ബ്രെഡ് വിന്നർ ആയിരിക്കും ഇയാൾ. അപ്പോൾ 50% അങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ 600 രൂപയുടെ 300 രൂപ അങ്ങനെയും പോയി. അപ്പം 300 പോയി 200 പോയി. ബാക്കി അവശേഷിക്കുന്നത് എത്രയാ? 100 രൂപ. ആ 100 രൂപ മാത്രമേ യഥാർത്ഥത്തിൽ ഈ ജയിലിൽ കിടക്കുന്ന തടവ് പുള്ളിക്ക് കിട്ടും. ആ 100 രൂപ കൊണ്ട് അയാൾ എന്തൊക്കെ ചെയ്യണം? അയാളുടെ ബ്രഷ്, അയാളുടെ പേസ്റ്റ്, അയാൾക്ക് ഷേവിംഗ് ക്രീം ഉണ്ടെങ്കിൽ ഷേവിംഗ് ക്രീം, ഷേവിംഗ് സെറ്റ് വാങ്ങണമെങ്കിൽ ഷേവിംഗ് സെറ്റ്, ഈ കാര്യങ്ങളൊക്കെ അയാൾ ആ പണിയിൽ നിന്നാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതൊന്നും സർക്കാരിന്റെ ഖജനാവിൽ നിന്നെടുത്ത് കൊടുക്കുന്നതല്ല. അവർ അവിടെ പണിയെടുത്ത് വിളയിച്ച് അല്ലെങ്കിൽ പാചകം ചെയ്ത് ചപ്പാത്തിയും ചിക്കനും ഒക്കെ കൊടുക്കുന്നതിൽ നിന്നെടുത്ത് കൊടുക്കുന്നതാണ്. ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മുടെ നികുതി പണം എടുത്തല്ല ഇവരെ പോറ്റാൻ പോകുന്നത്. അങ്ങനെ ഒരു വ്യാജ പ്രചരണം നടക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ വേണ്ടതാണ്. ഇങ്ങനെ സർക്കാർ നിലപാടെടുത്തത് സുപ്രീം കോടതി വിധിയെ തുടർന്നാണ്. അതും കൂടി പറഞ്ഞു വയ്ക്കാം. അപ്പോൾ ക്ലാരിറ്റി ആയല്ലോ.